ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത് MGയുടെ വിൻസർ EV ആണ്. ഒരു കാലത്ത് നെക്സോൺ EVയും പഞ്ച് EV ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ വണ്ടി വന്നതോടെ ബാക്കി എല്ലാ ഇലക്ട്രിക് വാഹനത്തിനെയും കംപ്ലീറ്റ് അടിച്ച് താഴെട്ട് കളഞ്ഞു. മിക്ക മാസങ്ങളിലും 3000 തൊട്ട് 4000, 4500 ആ റേഞ്ച് വരെയാണ് ഇതിൻ്റെ സെയിൽ പോകുന്നത്. പൊതുവെ അത്ര ഒന്നും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഒരൊറ്റ വണ്ടിയുടെ സെയിൽ പോകാറില്ല. ഈ അടുത്ത് പിന്നെ ഒരു വിൻസർ പ്രോയും കൂടെ ഇറക്കിയപ്പോഴേക്കും കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചൂടായി. കാരണം ആൾക്കാർക്ക് നല്ല ഡിമാൻഡ് ഇതിന് വരുന്നുണ്ട്. പൊതുവെ ബാറ്ററി ഏകദേശം 52.9 kWh അടുത്തുള്ളത് കൊണ്ട് തന്നെ റേഞ്ചും നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അതും മാറി കിട്ടി. നേരത്തെ ഇത്രയും വലിയ വണ്ടിക്ക് 38 kWh ബാറ്ററി പാക്ക് വരുമ്പോൾ ഒരു 270 to 300 അടുത്തൊക്കെയാണ് ആൾക്കാർക്ക് റേഞ്ച് കിട്ടാറുണ്ടായിരുന്നത്. 330 വരെ കറക്റ്റ് ക്ലെയിം ചെയ്ത് അത്രയും കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ എനിവേ ഇപ്പോൾ ലോങ് റേഞ്ച് വന്നപ്പോൾ തൊട്ട് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഒരു 350 to 400 റേഞ്ചിൽ ഈ വാഹനത്തിന് ഈസി ആയിട്ട് റേഞ്ച് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ എന്തിനാണ് ഈ വണ്ടിയെ പറ്റി സംസാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സത്യത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ വണ്ടിയെ പറ്റിയല്ല, ZS EVയെ പറ്റിയാണ്. ഈ വിൻസർ ഇറക്കിയതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിട്ടുള്ള ZS EVയുടെ സെയിൽസിലാണ്. ഈ പ്രോ ഇറക്കുന്നവരെ അത്രയും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പ്രോയും കൂടെ ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇപ്പോൾ ആൾക്കാർ എന്തിനാണ് ഇത് വാങ്ങുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. കാരണം ഇതിൻ്റെ അകത്തിരിക്കുന്ന 50.6 kWh ബാറ്ററി പാക്കാണ്. പക്ഷേ വിൻസർ പ്രോയിൽ 52.9 kWh ബാറ്ററി പാക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ വിലയും കുറവാണ്. 18,30,000 റേഞ്ചാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. പക്ഷേ ഈ വണ്ടി നോക്കുന്ന സമയത്ത് 25-ന് മുകളിൽ എക്സ്ഷോറൂം, 26 ലക്ഷത്തിനടുത്ത് എക്സ്ഷോറൂം പ്രൈസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് എന്തിനു വാങ്ങണം? കുറഞ്ഞ ബാറ്ററിയാണ്, മറ്റേതിനത്രയും ഫീച്ചേഴ്സും ഇല്ല, മറ്റേതിനത്രയും സ്പേസും ഇല്ല. അപ്പോൾ പിന്നെ അതൊരു നല്ല ചോദ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ MG ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അതും ചെറിയ രീതിയിലല്ല, അത്യാവശ്യം നല്ല വലിയ രീതിയിൽ തന്നെയാണ് കുറച്ചിരിക്കുന്നത്. ആൻഡ് ഇനിയിപ്പം മിക്കവാറും ഈ വണ്ടിയുടെ ഫേസ് ലിഫ്റ്റ് വരാനുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടെ ആയിരിക്കും ഇപ്പോൾ ഒരു പ്രൈസ് കുറച്ചിരിക്കുന്നത്. അതായത് ഒരു സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഒരു പരിപാടിയൊക്കെ പോലെ. അത് പക്ഷേ അങ്ങനെയാണ് എന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ മറ്റേ വണ്ടിയുടെ ലോഞ്ച് അടുത്ത് വരുമ്പോഴാണ് ഇത്. പക്ഷേ ഇപ്പോൾ ഇതുവരെ അവരിതിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്തൊന്നും തുടങ്ങിയിട്ടില്ല. ഇൻ്റർനാഷണലി ES5 എന്ന് പറഞ്ഞൊരു മോഡൽ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ZS EVയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട്. അത് തന്നെ ഇനിയിപ്പോൾ 2026 സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയിലേക്ക് വരും എന്ന് പറയുന്നുണ്ട്. സോ അത്രയും കാലം എന്തായാലും ഈ വണ്ടി ഉണ്ടാവും. ഇനി നമുക്ക് വിലയിലേക്ക് കിടക്കാം. അതാണല്ലോ മെയിൻ സംഭവം. ഇതിന് മുന്നേ ഈ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്ന റേറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് റൈറ്റ് സൈഡിലുള്ളതാണ് പഴയ പ്രൈസ്. 4 വേരിയൻസ് തന്നെയാണ് ഇപ്പോഴുള്ളത്. എക്സിക്യൂട്ടീവ് ഉണ്ട്, എക്സൈറ്റ് പ്രോ ഉണ്ട്, എക്സ്ക്ലൂസീവ് പ്ലസ് ഉണ്ട്, ആൻഡ് ടോപ്പ് ആൻഡ് എസൻസ് ഉണ്ട്. 16.88 ആയിരുന്നു ആദ്യം ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതിപ്പോൾ 16.75 ആക്കിയിട്ടുണ്ട്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ആകെ 13,000 രൂപ കുറച്ചിട്ടുള്ളൂ. എക്സൈറ്റ് പ്രോയിലും അങ്ങനെ വലിയൊരു വില വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ ടോപ്പ് 2 വേരിയൻസിലേക്ക് വരുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഒരു പ്രൈസ് കുറച്ചിട്ടുണ്ട്. സെക്കൻഡ് ടോപ്പ് നേരത്തെ 23.64 lakhs ആയിരുന്നു എക്സ്ഷോറൂം പ്രൈസ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 19.49 lakhs ആക്കിയിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ടോപ്പ് എൻഡ് നേരത്തെ 24.94 അടുത്തായിരുന്നു. അതിപ്പോൾ 20.5 lakhs ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ടോപ്പ് എൻഡ് ഇപ്പം നമുക്ക് ഏകദേശം ഒരു 24 ഒക്കെ അടുത്തായിട്ട് ഓൺ റോഡ് വാങ്ങാൻ പറ്റും. ആൻഡ് ആ പ്രൈസിൽ ഈ വണ്ടി ഒരിക്കലും ഒരു മോശം വാഹനമല്ല. ഉറപ്പായിട്ടും നമുക്ക് 21 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിൻസർ പ്രോ കിട്ടും. അതിന് റേഞ്ച് കൂടുതലാണ്, ഫീച്ചേഴ്സ് കൂടുതലാണ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ എന്നാലും ഈ വണ്ടിക്ക് ഇതിൻ്റേതായിട്ടുള്ള കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ബൈ ദ വേ ഇവർ 4.44 lakhs ആണ് കറക്റ്റ് എക്സ്ഷോറൂം പ്രൈസ് ടോപ്പ് എൻഡിൽ കുറച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻറ്റും 4.14 lakhs ആയിട്ട് കുറച്ചിട്ടുണ്ട്. സോ അതാണ് അത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ, അതായത് ഈ വണ്ടി എന്തിനിപ്പോൾ എടുക്കണം എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് റീസൺ ഈ വണ്ടി നമുക്ക് ഓടിക്കാൻ അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. വിൻസർ EV അത്ര നല്ലൊരു പവർ ഫിഗേഴ്സ് ഔട്ട്റൈറ്റ് ഓഫർ ചെയ്യുന്നൊരു വണ്ടിയല്ല. 135 PS പവറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രോ മോഡലിൽ വലിയ ബാറ്ററി കൂടെ ആയപ്പോൾ വെയിറ്റ് കൂടി. പക്ഷേ ഒരു പവറൊന്നും കൂട്ടിയിട്ടില്ല, മോട്ടറൊക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് വണ്ടിയുടെ പെർഫോമൻസ് അത്ര ഭയങ്കര ബ്രൈറ്റ് അല്ല. ഏകദേശം ഒരു 10 സെക്കൻഡ്സിനടുത്തൊക്കെ എടുക്കും 0 to 100 എത്താൻ. അത് സ്ലോ ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബാക്കി EVs വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോ ആണ്. ഈ വണ്ടിക്ക് 175 bhp ഉണ്ട്. ആൻഡ് 8 സെക്കൻഡ്സിനടുത്തായിട്ടൊക്കെയാണ് ഈ വണ്ടി 0 to 100 എത്തുന്നത്. അത് ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതായത് പവറിൻ്റെ കാര്യത്തിൽ ഈ വണ്ടിയിൽ ഒരു മാച്ചും ഇല്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ റേഞ്ച് ആണെങ്കിലും 350 അടുത്തൊക്കെ ആയിട്ട് ഈ വണ്ടിക്ക് കിട്ടും. അതുകൊണ്ട് മറ്റത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 30-40 കിലോമീറ്റേഴ്സ് ഒക്കെ കുറവായിരിക്കും എന്നുള്ളൂ. അല്ലാണ്ട് വളരെ വലിയൊരു വ്യത്യാസം വരാനൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ പ്രശ്നം വരുന്ന ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണ്. ഡെഫിനറ്റ്ലി മറ്റതിൻ്റെ അത്രയും വലിയ ഇൻഫോർടൈൻ സിസ്റ്റം, മറ്റതിനകത്ത് 15.6 inch ഇൻഫോർടൈൻ സിസ്റ്റം ഉണ്ട്. ഇതിനകത്താകെ 10 inch ഉള്ളൂ. അതുപോലെ മറ്റതിൻ്റെ അകത്ത് നമുക്ക് ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അതൊന്നുമില്ല. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിൽ മിസ്സിംഗ് ആണ്. പക്ഷേ അങ്ങനത്തെ മിസ്സിംഗ് ഫീച്ചേഴ്സ് ഒഴിച്ചു ചേർത്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഡൈനാമിക്സിൻ്റെ കാര്യത്തിൽ വണ്ടി കുറച്ചുകൂടി ബെറ്റർ ആണ്. അതുപോലെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ കുറച്ചും കൂടെ സുപ്പീരിയർ ആയിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെ എല്ലാ പോർഷൻസും
പോർഷനിലും അവർ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡാഷ്ബോർഡിന് ടോപ്പ് പോർഷൻ ആയിക്കോട്ടെ, ബോട്ടം പോർഷൻ ആയിക്കോട്ടെ, നടുവിലത്തെ പോർഷൻ ആയിക്കോട്ടെ, എല്ലായിടത്തും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് കാണാൻ പറ്റുന്നത്. മറ്റതിനകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ്, പക്ഷേ ഡാഷ്ബോർഡിന് ടോപ്പ് പോർഷനൊക്കെ അവർ കുറച്ച് ഹാർഡ് ടച്ച് മെറ്റീരിയൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്തായാലും അത്രയും സൈസ് ഈ വാഹനത്തിന് വരുന്നില്ല. വിൻസർ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ള വണ്ടിയാണ്. ആൻഡ് അത് അവർ നന്നായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനകത്ത് ബാക്കിൽ നമുക്ക് അത്രയും സ്പേസ് കിട്ടുന്നില്ല. അത് ഒരു ചെറിയ പ്രശ്നമാണ്. പക്ഷെ എന്തായാലും നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നത്, ഓടിക്കാൻ അത്യാവശ്യം രസം വേണം എന്നൊക്കെയുണ്ട്. ജസ്റ്റ് ഒരു പോയിന്റ് എ ടു പോയിന്റ് ബി കമ്മ്യൂട്ട് മാത്രമല്ല നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വണ്ടി വേണമെങ്കിൽ ആ പ്രൈസിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കർവിൻ്റെയൊക്കെ ടോപ്പ് മോഡൽ ഓൺ റോഡ് ഇപ്പോൾ ഇറങ്ങുമ്പോഴേക്കും ഏകദേശം ഒരു 25 റേഞ്ചിന് അടുത്താവും. ഇതായാലും താഴത്താണ് നമുക്ക് കിട്ടുന്നത്. അതുമാത്രമല്ല ക്രെറ്റ EV ഒക്കെ നിങ്ങൾ ടോപ്പ് എൻഡ് എടുക്കാൻ പോകുകയാണെങ്കിൽ 28.2 ആ റേഞ്ചിനടുത്താണ് അതിന് ഓൺ റോഡ് ആവുന്നത്. സോ അത് ഇതിനേക്കാൾ 4 ലക്ഷം രൂപയോളം കൂടുതലുണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടി ഇപ്പോഴും അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി അവർ കൂടുതൽ ഫീച്ചേഴ്സ് കൊടുക്കും, വണ്ടി നന്നായിട്ട് മോഡേൺ ആവും, ഡിസൈൻ മാറും, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങളിതിപ്പോൾ എടുക്കുകയാണെങ്കിൽ എടുക്കാൻ. അല്ലാതെ അടുത്ത വർഷം ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ പിന്നെ അത് കണ്ട് റിഗ്രറ്റ് അടിച്ചിരിക്കരുത്. ഏതായാലും ഇപ്പോൾ ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രൈസ് കട്ടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതുപോലെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.